ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ല് മിക്കവരും കേട്ടിട്ടുണ്ടാകും. അതായത് ആഹാരശേഷം കുളിക്കുന്നവരെ കണ്ടാൽ കാണുന്നവർ പോലും പോയി കുളിക്കണമെന്ന്. അത്രത്തോളം ആരോഗ്യത്തിന് ഹാനികരമാണ് ഭക്ഷണശേഷമുള്ള കുളി എന്നർത്ഥം. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ അശ്രദ്ധകൾ വളരെ വലിയ രോഗാവസ്ഥകളിലേക്ക് നമ്മെ നയിച്ചേക്കാം. ഇനി കുളിയെപ്പറ്റി പറയാം. ഏതൊക്കെ രോഗാവസ്ഥകളിൽ കുളിക്കാൻ പാടില്ല? ചൂടുവെള്ളമാണോ തണുത്ത വെള്ളമാണോ കുളിക്ക് അഭികാമ്യം? ആർത്തവ സമയത്ത് സ്ത്രീകൾ കുളിക്കാൻ പാടുണ്ടോ? പ്രസവശേഷം വളരെ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതോ? തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ. ഇവയെ പറ്റിയെല്ലാം തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് കുളിയെ പറ്റിയുള്ള അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. തലയിൽ വെള്ളമൊഴിച്ച് സോപ്പിട്ട് വീണ്ടും വെള്ളമൊഴിച്ച് തോർത്തിയെടുക്കുന്നതിന് ഇത്രത്തോളം എന്താ പറയാനുള്ളത് എന്നാവും നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. വരട്ടെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുളി എന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ പുതിയ തലമുറയ്ക്ക് കുളിയോട് വൈമനസ്യമുണ്ട്. അവര് പൊതുവേ നമ്മൾ മടിയന്മാരെന്ന് തന്നെയാണ് പറയാറ്, അല്ലേ? അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളുടെ ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിവ് തരിക എന്നുള്ളത് ഈ ചാനലിന്റെ വളരെ വലിയൊരു ലക്ഷ്യമാണ്. നമ്മൾ മിക്കവരും കുളിക്കുന്നത് നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ അഥവാ വ്യക്തിത്വ ശുചിത്വത്തിന്റെ ഭാഗമായാണ്. എന്നാൽ അതേ കുളിക്ക് നമ്മുടെ ശാരീരികവും മാനസികവും ആരോഗ്യവും ആധ്യാത്മികവുമായ തലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് എത്ര പേർക്കറിയാം? ചാണക്യനീതിയിൽ കുളിയുടെ 10 ഗുണങ്ങളാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് മനഃപ്രസാദ ജനനം എന്നുള്ളതാണ്. മനഃപ്രസാദ ജനനം എന്നാൽ മനസ്സിന് സന്തോഷം നൽകുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ എന്ത് കടുത്ത മാനസിക സംഘർഷത്തിലും ആയിക്കോട്ടെ, അത് ദേഷ്യമാകട്ടെ, വെറുപ്പാകട്ടെ, വിഷമമാകട്ടെ, എന്തുമായിക്കോട്ടെ, തല തണുക്കി ഒന്ന് കുളിച്ചാൽ എത്രത്തോളം ആശ്വാസദായകമാണത്. ഇതുപോലെ തന്നെ ശരീരശുദ്ധി ഉണ്ടാക്കുന്നു, രൂപഭംഗി വർദ്ധിപ്പിക്കുന്നു, ഓജസ് വർദ്ധിപ്പിക്കുന്നു, ക്ഷീണം അകറ്റുന്നു, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ. നമ്മുടെ പൗരാണിക ഗ്രന്ഥങ്ങളായ പുരാണങ്ങളിലും സ്മൃതികളിലുമെല്ലാം പലതരത്തിലുള്ള കുളികളെ പറ്റി പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ആഗ്നേയ സ്നാനം, വായവ്യ സ്നാനം, ക്രിയാസ്നാനം, ക്രിയാംഗ സ്നാനം തുടങ്ങിയ ഒട്ടനവധി. മഹാഭാരതത്തിൽ സ്നാനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം വരുണ സ്നാനം അഥവാ വെള്ളത്തിലുള്ള കുളിയാണ് എന്ന് പറയുന്നുണ്ട്. ദാക്ഷ്യസ്മൃതിയിൽ 3 തരത്തിലുള്ള കുളികളാണ് പറയുന്നത്: നിത്യസ്നാനം, നൈമിത്തിക സ്നാനം, കാമ്യസ്നാനം എന്നിവ. നിത്യസ്നാനം എന്നാൽ നമ്മൾ ദിവസവും കുളിക്കുന്നത്. നൈമിത്തികം എന്നാൽ ഏതെങ്കിലും കാരണങ്ങളാൽ, ഉദാഹരണത്തിന് മരണസംബന്ധമായി നമ്മൾ കുളിക്കുന്നതെല്ലാം നൈമിത്തിക സ്നാനത്തിൽ ഉൾപ്പെടുന്നു. ഇനി കാമ്യ സ്നാനം എന്നാൽ എന്തെങ്കിലും ലക്ഷ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ആഗ്രഹമായി നമ്മൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഗംഗയിൽ കുളിക്കുക, അല്ലെങ്കിൽ രാമേശ്വരത്ത് കുളിക്കുക, ഇവയെല്ലാം നമുക്ക് കാമ്യ സ്നാനത്തിൽ ഉൾപ്പെടുത്താം. ഇതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, തലയിൽ വെള്ളം ഒഴിച്ച് സോപ്പിട്ട് തോർത്തിയെടുക്കുന്നത് മാത്രമല്ല കുളി. നമ്മളുടെ ശാരീരികവും ആധ്യാത്മികവും മാനസികവുമായ തലങ്ങളിലെല്ലാം തന്നെ കുളിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന്. ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. തുടർന്നുള്ള വീഡിയോകളിൽ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ തന്നെ ചെയ്യും. ആരോഗ്യത്തോടെ ഇരിക്കും. ആയുർവേദോപദേശേഷു വിധേയ പരമാതരഃ. നന്ദി, നമസ്കാരം.